ആരോഗ്യം എന്നുള്ളത് എല്ലാവർക്കും വളരെ പ്രധാനമായ ഒന്നാണ്. ഇപ്പോൾ കാട്ടാക്കടയിലുള്ളവർക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ പുതിയ ഒരു സംഭവം കൂടി എത്തിയിരിക്കുകയാണ്, യൂണിക് ഫിറ്റ്നസ് സെൻറ്റർ. അപ്പോൾ എന്താണ് ഈ യൂണിക് ഫിറ്റ്നസ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യമായി മനസ്സിലാക്കാം. നമുക്ക് എന്താണ് ഈ സംഭവം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും വളരെ വിപുലമായ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ സജ്ജീകരണങ്ങൾ, ഏറ്റവും പുതിയ ഉപകരണങ്ങൾ. കാട്ടാക്കടയിൽ നമുക്ക് ഇതുപോലെ ഇത്ര വിപുലമായൊരു സൗകര്യം നമുക്ക് മറ്റൊരിടത്തില്ല. എന്തായിരുന്നാലും എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ശരിക്കും ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ജിമ്മ്, ന്യൂട്രീഷൻ ഉണ്ട്, കാർഡിയോ, സ്ട്രെങ്തനിങ്, ബോഡി ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ജെൻസ് മാത്രമാണ് പൊതുവേ നമ്മൾ കാണുന്നത്. ജിമ്മ് നിൽക്കുമ്പോൾ ജെൻസിനെയാണ് ഓർമ്മ വന്നത്. പക്ഷേ ലേഡീസിനും അവർക്കും ഈ രംഗത്ത്, അതായത് അവർക്കിപ്പോൾ സിസേറിയൻ കഴിഞ്ഞവർക്കായിരുന്നാലും അവർക്ക് അവരുടെ ബോഡി സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പം വീട്ടിൽ ജോലി ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ്. കാരണം ഇക്വാലിറ്റി നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ട്രെയിനേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള, അതായത് ഇമ്പോർട്ടഡ് മെഷീൻസ് ആണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയ്ഡ് ഇൻ തായ്വാനിലുള്ള ഇമ്പോർട്ടഡ് മെഷീൻസ് ആണ്. അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്ലി ആണ്. കാരണം അവരുടെ എന്ത് ഇഷ്യൂസാണ്, ഹെൽത്ത് റിലേറ്റഡ് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞങ്ങളടുത്ത് സംസാരിച്ച് അത് റെക്ടിഫൈ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ സാധാരണ ഒരുപാട് ആൾക്കാർക്ക്, അതായത് ഈ ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ടാവും. ഒന്ന്, ഇത് ലേഡീസിന് മാത്രമാണോ, ജെൻസിന് മാത്രമാണോ, ഈ കപ്പിൾസിന് എങ്ങനെ ഒരുമിച്ച് വരാമോ, കുട്ടികൾക്ക് അങ്ങനെ എന്താണോ, അതിനുവേണ്ടി പ്രത്യേകം പാക്കേജുകളുണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഒന്ന് വ്യക്തമാക്കാം? തീർച്ചയായും ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ ജനറൽ പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റുഡൻസിന് സെപ്പറേറ്റ് പാക്കേജ് ഉണ്ട്, കപ്പിൾസ് പാക്കേജ് ഉണ്ട്. ഈ പാക്കേജ് വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് 3 months കൊടുക്കും, 6 months പാക്കേജ് ഉണ്ട്, പിന്നെ 1 year പാക്കേജ്. ആ രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ ഇപ്പം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സമയ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. മോർണിംഗ് ഞങ്ങളൊരു 5 to 9:30 ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം. ഈവനിങ് ഒരു 4 PM തൊട്ട് ഒരു 10:30 വരെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ എമർജൻസി വന്നു, അപ്പോൾ ഈ 10:30 എന്നുള്ള സമയം ഞങ്ങളൊരു 11 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ വില്ലിങ്ങാണ്. നമ്മൾ കണ്ട ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഉപകരണങ്ങളാണ്. ഇത് വളരെ വലിയ ഉപകരണങ്ങൾ, വളരെ വില കൂടിയ ഉപകരണങ്ങൾ. നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതത്ര നിസ്സാരമല്ല. ഇത്രയും സാധനം സെറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല സാമ്പത്തികമായ ചിലവും ഇതിനകത്തുണ്ടാവും. അതിൻ്റേതായ ഇത്രയും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നതിന് അത്രയും സ്വാധീനവും വേണം. അപ്പോൾ അതെന്താണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി. ഇതെങ്ങനെയാണ് ഈ സാധനം ഇങ്ങനെ ഇപ്പോൾ സെറ്റാക്കിയിരിക്കുന്നത്? ആക്ച്വലി ഇതിൻ്റെ ബ്രദറാണ്. ഞങ്ങൾ ഏകദേശം ഒരു 20 വർഷത്തെ ജിമ്മിൽ ഈ ഫിറ്റ്നസ് ഫീൽഡുമായിട്ട് നമുക്കൊരു 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്.
ഓൾമോസ്റ്റ് എല്ലാ ജിമ്മുകളിലും, അതായത് നമ്മൾ നോക്കുന്ന എല്ലാ ജിമ്മിലും ഇന്ത്യൻ്റെ ഇന്ത്യൻ മാനുഫാക്ചറിങ്ങിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഞാനതിന് തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്കതെങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഞാനിതിനെക്കുറിച്ച് ശേഷം കഴിഞ്ഞ ഓണം മുതൽ 1 വർഷത്തെ റിസർച്ചിന് ശേഷമാണ് ഇമ്പോർട്ടഡ് മെഷീൻ നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സാങ്കേതികക്കുറിച്ച് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു അവസാനം ഇമ്പോർട്ടഡ് മെഷീൻ തന്നെ ഇറക്കാം എന്നതിനെക്കുറിച്ച് തീരുമാനം. കോസ്റ്റ്ലിയാണ്, സാധാരണ മറ്റേ ഇന്ത്യൻ മേക്കറിനെക്കാളും നല്ല ഓരോ മെഷീനും നല്ല എക്സ്പെൻസീവാണ്. പിന്നെ പുതുതായിട്ട്, അതായത് ഇപ്പോൾ ഇന്ത്യൻ മെഷീനും ഇമ്പോർട്ടഡ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രൈസിൽ മാത്രമല്ല, കാരണം അവർ മാനുഫാക്ചർ ചെയ്യുന്ന ഓരോ മെഷീൻസിൻ്റെയും മെഷറിങ്ങിന് വ്യത്യാസമുണ്ട്. അങ്ങനെ മെഷറിങ്ങിന് വ്യത്യാസം വരുമ്പോഴത്തേക്കും നമ്മൾ കളിക്കുന്ന ഓരോ വർക്കൗട്ടിൻ്റെയും മസിൽസിന് ലോഡിങ്ങിനുള്ളൊരു വ്യത്യാസമുണ്ട്. ജോയിൻറ്റ് പെയിൻ വരും, ഇഞ്ചറി ഉണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫീച്ചറിൽ ഇതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷറിങ് ആയിരിക്കും. വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് എല്ലാ രീതിയിലുള്ള സാറ്റിസ്ഫൈഡും വേണം എന്നതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പെൻസായിട്ട് ഇമ്പോർട്ടഡ് മെഷീൻ തന്നെ. ഇനി ഞങ്ങൾക്ക് വരാനുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 മെഷീൻ ഇനി ഓൺ ദ വേ ആണ്. എല്ലാം പുതിയ ന്യൂ ടെക്നോളജി, എല്ലാം 2025 എല്ലാം ആയിട്ടുള്ള മെഷീനാണ് നമ്മളിവിടെ ഇറക്കിയിരിക്കുന്നത്. പിന്നെ വേറൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ചെറുത് മുതൽ വലിയ ആൾക്കാർക്ക് വരെ നമ്മൾ ഈക്വാലിറ്റി കൊടുക്കും. അവരെന്തിനാണ് വരുന്നത്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരോട് കൺസൾട്ട് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ്, എന്തെങ്കിലും അവർക്ക് ബോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അസുഖം, അവർക്ക് ഡയബറ്റിസ്, കൊളസ്ട്രോൾ, ഇതെല്ലാം ഞങ്ങൾ കൺസൾട്ട് ചെയ്യും. കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരുടെ ആവശ്യം എന്താണ്, ബോഡി ബിൽഡപ്പ് ചെയ്യാനാണോ, ഫാറ്റ് ബേണിംഗ് ആണോ, ഫിറ്റ്നസ് സ്ട്രെങ്തിങ് ആണോ, ബോഡി ബിൽഡപ്പ് ആണോ, അത് ഞങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അവർക്ക് നമ്മൾ വർക്കൗട്ട് കൊടുക്കും. വർക്കൗട്ട് പ്ലാൻ, അതിൻ്റെ അടുത്ത് ഡയറ്റ് പ്ലാൻ, ഓക്കെ, ഞങ്ങളൊരു ഫോളോ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു വലിയ പാഷനാണ് ഈ നടപ്പാക്കാൻ പോകുന്നത്. താങ്കൾ മറ്റൊരു ഫീൽഡിൽ നിന്ന് വന്ന ഒരാളാണ്. ഈ ഒരു കുറേ കാലമായി സ്വപ്നം കണ്ടൊരു സാധനം യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ എന്താ തോന്നുന്നത്? ശരി, ഇത് ജിമ്മ് ഇടണമെന്ന് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ബ്രദറാണ്. അവനും ഒരു പ്രൊഫഷണലുണ്ട്, എനിക്ക് പ്രൊഫഷണലുണ്ട്. അപ്പോൾ ഇവനാണ് ശരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊരു ജിമ്മ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഇട്ട് തന്നത് ഇവനാണ്. അങ്ങനെയാണ് ഞാൻ അതിലോട്ട് വരുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒന്നും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അത് ഭയങ്കര ടാസ്ക്കാണ്. ഈ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളപ്പുറത്ത് വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ ഈ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ആ ടാസ്ക് ഭംഗിയായി പൂർത്തീകരിക്കാൻ ഇവർക്കൊരു സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു ടീം വർക്കാണ്. അതിനകത്ത് ഭയങ്കരമായൊരു മാൻ പവറിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ടാസ്ക് പൂർത്തിയാക്കിയത്? നമ്മുടെ ആദ്യമായിട്ട് ഈ പ്രോപ്പർട്ടി ഈ ഏരിയ നമ്മൾ നോക്കിയപ്പോൾ ഈ ഏരിയയുടെ അവസ്ഥ വലിയ പരിതാപമായിരുന്നു. ഈ അവസ്ഥ കാരണം നമുക്ക് ഒട്ടും ഇത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ അവസ്ഥയിലിരുന്നിട്ട് പോലും നമ്മൾ ഈ സ്ഥലത്തിന് അത്രയും, അതായത് ഇവിടുത്തെ വർക്കേഴ്സിനേക്കാളും അതിൻ്റെ കൂടുതലുപരിയായിട്ട് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു. ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 30% വർക്ക് ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് ഫുള്ളും വർക്കുകൾ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ മെഷീൻസൊക്കെ കയറ്റാനൊക്കെ ഭയങ്കര, അതായത് ഈ കേബിൾസൊക്കെ ഫ്രണ്ടിൽ പോകുന്നതുകൊണ്ട് ക്രെയിൻ വെച്ച് വരെ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് കുറേ ദിവസത്തെ നമ്മുടെ ഉറക്കം ഇല്ലായ്മയായിരുന്നു ഇവിടുത്തെ വർക്കിൻ്റെ കാര്യം. അതായത് നമ്മൾ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം നടപ്പാക്കും എന്നുള്ളതാണ്. അതെ അതിനുള്ള അത്രയ്ക്കും എഫോർട്ടായിരുന്നു ഇതിൽ നമ്മൾ ചെയ്തതിൽ ഏറ്റവും നല്ല എഫോർട്ടായിരുന്നു അത്രയും. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻസ് നമുക്ക് അവർക്ക് കൊടുക്കണം. മറ്റുള്ള ജിമ്മിനെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല മെഷീൻസ് തന്നെ നമ്മൾ എടുത്തിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഒരു കസ്റ്റമേഴ്സ് നമുക്ക് വരുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് പോകണം. അതിനുള്ള ആംബിയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ അങ്ങോട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്
പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, തീർച്ചയായും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നല്ല ആംബിയൻസിൽ നല്ല രീതിയിലേക്ക് ഒരു ജിം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ പേര് തന്നെ യുണീക്ക് എന്നാണ്. എല്ലാത്തിലും ഒരു ഐക്യം, എല്ലാത്തിലും ഒരു ഒത്തൊരുമ, എല്ലാം ഒന്നാണ് എന്നുള്ള രീതിയിലുള്ളൊരു വലിയ സംഭവമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കാട്ടാക്കടക്കാർക്ക് ഒരു ഗിഫ്റ്റ് തന്നെയാണ്. എന്തായാലും ആ ഗിഫ്റ്റ് ആസ്വദിക്കാനെത്തിയ ക്യാമറാമാൻ സതീഷ് പെരുമൂടിനൊപ്പം നന്ദകുമാർ, CTV ന്യൂസ്.